ബിഗ് ബോസിനകത്ത് ആരും ആരുടെയും ചേട്ടനോ പെങ്ങളോ അച്ഛനോ മോളോ ഒന്നുമല്ല. അവിടെ പോയിരിക്കുന്നവരെല്ലാവരും ഗെയിം കളിക്കാൻ വേണ്ടിയും കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയും പോയിരിക്കുന്ന ആളുകളാണ്. അത് മനസ്സിലാക്കാതെ ചെന്ന് എൻ്റെ വാപ്പയുടെ പ്രായം ഉണ്ടല്ലോ പുള്ളിക്ക്, ഞാൻ കൊടുക്കുന്ന അതേ റെസ്പെക്റ്റ് പുള്ളി എനിക്ക് തരണമല്ലോ എന്നൊക്കെ പറയുന്നതിൽ ഒരു രീതിയിലുള്ള ലോജിക്കും ഇല്ല. നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊരു അടുക്കളയിൽ നിന്നുകൊണ്ട് നമ്മളൊരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടേതായ രീതിയിൽ നമ്മുടെ ഓർഡറിൽ നമ്മളെ സഹായിക്കാൻ ആളുകൾ നിന്നുകൊണ്ട് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വന്ന് നിന്നിട്ട് ഒരാൾ മറ്റേ ഇത് തിരിച്ചിടാൻ വേണ്ടി അതെനിക്കിതാ ഞാൻ തിരിച്ചിടാം എന്ന് പറയുമ്പം ആർക്കാണേലും അരിശം വരും. ഇപ്പം എനിക്കാണല്ലോ അരിശം വരും. നമ്മൾ മാനേജ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ ഒരു ഏരിയയിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒനിയിൽ അതേ ചെയ്തുള്ളൂ. ഇപ്പം നിലവിൽ ലൈവിനകത്ത് ഒനിയിൽ അവിടെ നല്ല രീതിയിൽ തന്നെ അവിടെ കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ചപ്പാത്തിയാണോ പത്തിരിയാണോ എന്ന് അറിയത്തില്ല. അത് പുള്ളി നല്ല രീതിയിൽ പരത്തി വേസ്റ്റ് ആവാത്ത രീതിയിൽ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് റെന ഫാത്തിമ അവിടെ വന്ന് നിന്നിട്ട് കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് റെന ഫാത്തിമ അവിടെ പറയുകയും ചെയ്തു. സ്വയം എക്സ്പോസ് ചെയ്ത് വിടുന്ന ഒരു പരിപാടിയാണ് അവിടെ കാണിച്ചത്. എന്തായാലും റെന ഫാത്തിമ ലൈവിനകത്ത് ഫുൾ കരച്ചിലും പിഴിച്ചിലും ബഹളവും ഒക്കെയാണ്. ഒനിയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ പിള്ളേരല്ലേ കരയട്ടെ പിഴിയട്ടെ എന്നൊക്കെ പറഞ്ഞാണ് ഒനിയിൽ പറയുന്നത്. ഒനിയിൽ വളരെ ചിൽ രീതിയിലാണ് ഇതിനെ വിടുന്നത്. പിന്നെ സിർലാക്കെന്നും കീടാനൂന്നും ജന്നൽഫ കീടാനൂന്നോ ഏതാണ്ടൊക്കെ റെനയെ വിളിക്കുകയുണ്ടായി ഒനിയിൽ. അതൊന്നും ഒട്ടും തന്നെ ഡെറോഗേറ്ററി ആയിട്ടുള്ള വാക്കുകളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗെയിമിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയറി ചെന്നിട്ട് അതിനകത്ത് ഇടപെടാൻ നോക്കി വഴക്കും കേട്ട് കഴിഞ്ഞിട്ട് റെന ഫാത്തിമ ഇരുന്ന് കരയുവാണ്. എന്ത് പറഞ്ഞാണ് ഇന്ന് കരയുന്നത്? എന്നെ ഫുഡിന്റെ മുന്നിൽ നിന്ന് ഡിസ്റെസ്പെക്ട് ചെയ്തു, എനിക്ക് റെസ്പെക്റ്റ് തന്നില്ല, പിന്നെന്താണ് ഇനി ഫുഡ് ഉണ്ടാക്കുന്നതിന് കണക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ് റെന ഫാത്തിമ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നത് ഒനിയിൽ തന്നെയാണ് ശരി. കാരണം അടുക്കളയിൽ നിന്നുകൊണ്ട് ഒനിയിൽ നല്ല രീതിയിൽ തന്നെ ഒനിയിൽ അതവിടെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുക്കള ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒനിയിൽ. ഈ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഒനിയിൽ അടുക്കള ഭരണമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതൊക്കെ വേറെ കാര്യം. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കയറി ചെന്ന് നിന്നിട്ട് എനിക്കും ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ദേഷ്യം വരത്തില്ലേ? അതേ ഒനിയിൽ അവിടെ ചെയ്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.